2014 നവംബർ 27. പൊതുവെ ചൂടിൽ കുളിച്ചു നിൽക്കുന്ന സിഡ്നിയുടെ ആകാശം അന്ന് രാവിലെ മേഘാവൃതങ്ങളാൽ സമ്പന്നമായിരുന്നു. സിഡ്നിയിലെ സെന്റ് വിൻസെന്റ് ആശുപത്രി അതിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് അന്ന് കടന്നുപോയത്. ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം എന്ത് കേൾക്കരുത് എന്നാഗ്രഹിച്ചാണോ 2 ദിവസങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിത്തീർത്തത്, അതേ സങ്കട വാർത്തയുമായി ക്രിക്കറ്റ് ഓസ്ട്രേലിയയും മൈക്കൽ ക്ലാർക്കും സെന്റ് വിൻസെന്റ് ആശുപത്രിയുടെ മീഡിയ റൂമിൽ വന്നു വിങ്ങിപ്പൊട്ടിയപ്പോൾ അത് കണ്ടുനിന്ന ക്രിക്കറ്റ് ആരാധകരും കണ്ണീരടക്കാൻ പാടുപെട്ടു. കൃത്യം 2 ദിവസങ്ങൾക്ക് മുൻപ് ന്യൂ സൗത്ത് വെയിൽസും സൗത്ത് ഓസ്ട്രേലിയയും തമ്മിലുള്ള ഷെഫീൽഡ് ഷീൽഡ് മത്സരത്തിനിടെ വെയിൽസ് താരം ഷോൺ അബോട്ട് എറിഞ്ഞ ഒരു നിർവികാരമായ ബൗൺസറിനെ ഹുക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടക്ക് സൗത്ത് ഓസ്ട്രേലിയൻ താരം ഫിലിപ്പ് ഹ്യൂഗ്സിന്റെ ടൈമിംഗ് ചെറുതായി ഒന്ന് പിഴക്കുന്നു. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ വരുത്തിയ ആ ഒരു ചെറിയ പിഴവിൽ പന്ത് വന്നു കൊള്ളുന്നത് ഹ്യൂഗ്സിന്റെ ചെവിക്ക് തൊട്ട് താഴെയാണ്. ക്രീസിൽ മുട്ടുകുത്തി നിന്ന ശേഷം ക്രീസിലേക്ക് ബോധം കെട്ടു വീണ ഹ്യൂഗ്സ് അപ്പോഴും അറിഞ്ഞില്ല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ബാറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ മരണത്തിന്റെ മാലാഖമാരെ സ്വാഗതം ചെയ്യുന്നതെന്ന്. ക്രീസിൽ വീണ ഹ്യൂഗ്സിനെ തന്റെ ഉള്ളം കയ്യിൽ വാരിയെടുക്കുമ്പോൾ ഉറ്റ സുഹൃത്തായ ഡേവിഡ് വാർണറും മനസ്സിലാക്കിയിരുന്നില്ല തന്റെ ഇഷ്ട കൂട്ടുകാരന്റെ ചുടുശ്വാസം ഇത് അവസാനമായാണ് തന്റെ കരങ്ങളെ തഴുകി തലോടുന്നതെന്ന്. അവിടുന്ന് അങ്ങോട്ട് 2 ദിവസം കടുത്ത ആന്തരിക രക്തസ്രാവം കാരണം സെന്റ് വിൻസെന്റ് ആശുപത്രിയുടെ ICUവിൽ കോമയിൽ കഴിയുമ്പോഴും ഓരോ ക്രിക്കറ്റ് പ്രേമിയും ആഗ്രഹിച്ചിരുന്നു പരാജയങ്ങളിൽ നിന്ന് പലവട്ടം തിരിച്ചു വന്നതുപോലെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി ഹ്യൂഗ്സ് തിരിച്ചു വരുമെന്ന്. മാക്സ് വില്ലയിലെ ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ച നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി കൊണ്ടും ലേറ്റ് കട്ട് ഷോട്ടുകൾ കൊണ്ടും ക്രിക്കറ്റ് ലോകത്ത് വിസ്മയിപ്പിച്ച ചെറുപ്പക്കാരൻ. ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരൻ. ആദ്യ ഏകദിന മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ. അങ്ങനെ എത്രയെത്ര റെക്കോർഡുകളാണ് തന്റെ 26ാം പിറന്നാളിന് 5 ദിവസം മുന്നേ മരണത്തെ പുൽകുന്നതിന് മുൻപ് അയാൾ ഈ ലോകത്തിനു സമ്മാനിച്ചത്. ഞങ്ങൾക്കറിയാം ഹ്യൂഗ്സ്, നീ ക്രിക്കറ്റ് ലോകത്തേക്ക് കാലെടുത്തു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. വിടരും മുന്നേ കൊഴിഞ്ഞുപോയ നക്ഷത്രമാണെന്നതും നേര് തന്നെ. എന്നാൽ ഓർമ്മകളുടെ പിച്ചിൽ നീ ഇപ്പോഴും നോട്ട് ഔട്ട് ആയി തന്നെ വിരാജിക്കുന്നു. ഓരോ തവണ നിന്നെ കുറിച്ച് പറയുമ്പോഴും വിങ്ങിപ്പൊട്ടുന്ന മൈക്കൽ ക്ലാർക്കും ഓരോ തവണ SCGയുടെ പുൽമൈതാനിയിലേക്ക് കടന്നു വരുന്നതിനു മുൻപും അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ സ്ഥാപിച്ച നിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൈ ചേർത്ത് വെച്ച് വിതുമ്പുന്ന ഡേവിഡ് വാർണറും നിന്റെ വശ്യ സൗന്ദര്യത്തെ കയ്യിൽ വരച്ചു വെച്ച് എപ്പോഴും തന്റെ കൂടെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാത്യു വൈഡുമുള്ളപ്പോൾ എങ്ങനെയാണ് നീ ഈ ലോകത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. 2015 ലോകകപ്പ് ഓസ്ട്രേലിയ വിജയിച്ചതിനു ശേഷം മൈക്കൽ ക്ലാർക്ക് പറഞ്ഞത് ഈ ലോകം ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. ഹ്യൂഗ്സ്, അവൻ ഞങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. ഞങ്ങളുടെ വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവനാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ അവനെ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അത് അവൻ ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെയാണ്. അന്ന് പരിക്കേറ്റ് ബാറ്റിംഗ് അവസാനിപ്പിച്ച് പോകുമ്പോൾ നിന്റെ സമ്പാദ്യം 63 റൺസായിരുന്നു. സാധാരണ രീതിയിൽ ഒരു ബാറ്റ്സ്മാൻ പരിക്ക് പറ്റി ബാറ്റിംഗ് അവസാനിപ്പിച്ചു പോയാൽ റിട്ടയേർഡ് ഹേർട്ട് എന്നാണ് റൺസ് ബോർഡിലും മത്സരത്തിന്റെ ഔദ്യോഗിക രേഖകളിലും രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഗുരുതര പരിക്കുകളോടെ പുറത്തായി പിന്നീട് മരണത്തിന് കീഴടങ്ങിയ നിന്റെ സ്മരണക്ക് ആദ്യമായി ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ 63 റിട്ടയേർഡ് ഹേർട്ട് എന്നത് 63 നോട്ട് ഔട്ട് എന്ന് രേഖപ്പെടുത്തി. നീ ഇപ്പോഴും ആ മൈതാനത്ത് ബാറ്റിംഗ് തുടരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഏവർക്കും ഇഷ്ടമെന്നതുകൊണ്ടാണ് ഒരു ബഹുമതി എന്നോളം ക്രിക്കറ്റ് റൂളുകൾ അന്ന് തിരുത്തിയത്. ഇതിന്റെയെല്ലാം സാരാംശം ഒന്നു മാത്രമാണ്, ഹ്യൂഗ്സ്, ക്രിക്കറ്റ് ഉള്ള കാലത്തോളം നീ മരിക്കുന്നില്ല. കാരണം നീ ജീവിച്ചത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലാണ്.